ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ ഞാൻ ഷോക്ക് അടിച്ചു പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ സപ്പോസ് നേരത്തെ എർത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എർത്ത് ഉള്ളതുകൊണ്ടാണ് ഇവിടെ അധികം അപകടം വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ സപ്പോസ് എർത്ത് കിട്ടിയില്ലാന്ന് വെക്കുക. ഇവിടെ നല്ല രീതിക്ക് നനവുള്ളൊരു ഏരിയയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിക്ക് നനവുള്ള ഒരു ഏരിയയാണ്. നേരിട്ട് ഈ മീറ്ററിൽ പിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ചെരുപ്പ് ഇടാതെ അല്ലെങ്കിൽ ചെരുപ്പിൽ വെള്ളമായിട്ട് നേരിട്ട് പിടിക്കുകയാണെങ്കിൽ ആളവിടെ പിടിച്ച് നിർത്തും. ആൾക്ക് വലിയൊരു അപകടം വരും. ജസ്റ്റ് ടെസ്റ്റ് വെച്ചു. ടെസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് മീറ്റർ ബോർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിക്ക് ഇൻഡക്ഷൻ കാണിക്കുന്നുണ്ട്. ഫേസ് നല്ല രീതിക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വർക്കിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. കാരണം മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ മീറ്റർ തുറക്കുന്ന സമയത്ത് കൈ കൊണ്ടൊന്നും പോയി പിടിക്കാതെ ജസ്റ്റ് ഒരു ടെസ്റ്ററോ കാര്യങ്ങളോ വെച്ചിട്ട് തുറന്നിട്ട് വേണം മെയിൻ സ്വിച്ചിൽ പോകാൻ. ഇവിടുത്തെ കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ സ്വിച്ചിൻ്റെ റാഡ് കത്തിയിട്ട് ഇതിൽ കോൺടാക്റ്റ് ആയിട്ട് എർത്തായിട്ട് മീറ്റർക്ക് പോവുകയാണ്. ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ സ്പാർക്ക് വരുന്നുണ്ട്. എർത്താകുമ്പോൾ ഇവിടെ മീറ്ററിൽ എർത്തിങ് കാണിക്കണം. നല്ല രീതിക്ക് എർത്തിങ് കാണിക്കുന്നുണ്ട്. മീറ്റർ റീഡിങ് എടുക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരു 8,000 റുപ്യേൻ്റെ അടുത്ത് കറണ്ട് ബില്ല് ഒരു മാസത്തിന് ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ആരും തന്നെ മെയിൻ സ്വിച്ചിൽ ഡയറക്റ്റ് പോയി പിടിക്കരുത്.